നമ്മളിവിടെ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ തന്നെ അവർ ആദ്യം എടുത്തത് ECG ആയിരുന്നു കേട്ടോ. അതിലത്തെ കഴിക്കണ ഒരു ഗുളിക കഴിക്കുമ്പോഴാണ് അത്ര ഈ തലക്കന വരുന്നത്. അങ്ങനെയാണ്. പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൈ ഇപ്പോഴും അമ്മയ്ക്ക് ഇത്രയ്ക്ക് തന്നെ പൊക്കാൻ പറ്റുന്നുള്ളൂ വെച്ചിട്ടുണ്ടെങ്കിൽ വാടി സുന്ദരിമണിയെ അങ്ങനെ ഇവിടെ വെച്ചു. കാരണം അമ്മ അവിടെ സെറ്റിമൊക്കെ എടുക്കുന്നുണ്ട്. അപ്പം അമ്മയ്ക്ക് ഇത്തിരി അപ്പം നോക്കി നമ്മളിതേ എത്രയും പൊട്ടിച്ചെടുത്തു. ആ കല്യാണിയെ എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് പോവാം. വായോട്ടാ. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും എനിക്കൊരു ഭയങ്കര ഒരു വിഷമമുള്ള ദിവസം എന്ന് പറയാം, അല്ലെങ്കിൽ ഒത്തിരി ടെൻഷനുള്ള ദിവസം, അങ്ങനെയുള്ളൊരു ദിവസമായിട്ടാണ്. കാരണം എന്താണെന്നറിയോ, എൻ്റെ അമ്മയ്ക്ക് തീരെ വയ്യ. അപ്പോൾ ഇന്നലെയാണ് എനിക്ക് വീട്ടിൽ നിന്ന് ഫോൺ വരുന്നത്, അമ്മയ്ക്ക് തീരെ വയ്യ, അമ്മയുടെ 2 കൈ പൊന്തണില്ല എന്ന് പറഞ്ഞിട്ട്. ശരിക്കും 2 കൈ പൊന്തണില്ല എന്ന് പറഞ്ഞാൽ അമ്മയുടെ അവസ്ഥ എന്തായിരിക്കും? അതിനേക്കാളും കൂടുതൽ കേൾക്കണം നമ്മുടെ ഒരു അവസ്ഥ നോക്കിയാൽ. ശരിക്കും നല്ല പേടിയും ടെൻഷനും ഒക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും കൂടിയിട്ട് ഞാൻ അമ്മയുടെ മുന്നിൽ അതൊന്നും കാണിക്കില്ല കേട്ടോ. അമ്മ അത് കുഴപ്പമില്ല, അത് പേടിക്കാനൊന്നുമില്ല എന്നിട്ട് ഞാൻ എപ്പോഴും ചിരിച്ചുകൊണ്ടാണ് അമ്മയുടെ മുന്നിൽ കൂടുതലും പെരുമാറുള്ളൂ. അപ്പോൾ ആ ഒരു ധൈര്യം അമ്മയ്ക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ തന്നെയാണ് നമ്മൾ വേണ്ടത് കേട്ടോ. പെട്ടെന്ന് ഒരാൾക്ക് വയ്യാണ്ടാകുമ്പോൾ, നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് വയ്യാണ്ടാകുമ്പോൾ നമ്മൾ തളർന്ന് അവർക്ക് അതൊന്നും കൂടി വിഷമവും. അപ്പം ഞാനെപ്പോഴും ചിരിച്ചുകൊണ്ടാണ് അമ്മയുടെ മുന്നിലെല്ലാം പെരുമാറുക. അപ്പോൾ അങ്ങനെയായിട്ട് എന്താ പറയുക, ഇന്നലെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് പോന്നു. ഇന്നലെ ഒരു വൈകിട്ട് 5 മണി തൊട്ട് വൈകുന്നേരം ഒരു 9:30 വരെ ഞങ്ങൾ ഹോസ്പിറ്റലുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നു. ഇനിയിപ്പോൾ ഇന്ന് വീണ്ടും അമ്മേനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ ഇന്ന് ചെന്നിട്ട് ഡോക്ടറെ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം അമ്മയ്ക്ക് ഇങ്ങനെ 2 ഷോൾഡർ വേദന വരികയാണ്. അത് മാത്രമല്ല ഇത്രയും പൊന്തണുള്ളേ. അപ്പോൾ ഇന്ന് അങ്ങനെയുള്ള കുറേ ദിവസങ്ങളാണ്. അപ്പോൾ ഡോക്ടർക്ക് നമ്മൾ വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ട്. ആ സമയം അമ്മയ്ക്ക് പോകണ്ടോ. അപ്പോൾ അതിനേക്കാൾ മുന്നേ നമ്മുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യണം. അപ്പോൾ അത് പൂക്കളിടണം. പിന്നെ വീട്ടിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അമ്മയാണെങ്കിൽ റെസ്റ്റ് എടുക്കുകയാണ്. നമുക്ക് കൈ ഇപ്പോഴും ഒന്നും ആയിട്ടൊന്നുമില്ല. ഇന്നലെ വരെ വൈകിട്ട് പോയിട്ട് നമ്മൾ ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ എടുത്ത് വന്നിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് ഡ്യൂട്ടി ഡോക്ടർ ആയിരുന്നുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ. അപ്പോൾ ഇന്ന് ചെല്ലുമ്പോഴേ ശരിക്കും അറിയുള്ളൂ എന്തുകൊണ്ടാണ് വന്നേക്കണേ എന്നൊക്കെ ഉള്ളത്. കാരണം അമ്മയ്ക്ക് പ്രഷറൊക്കെ ഭയങ്കര കൂടുതലുള്ള ആളാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം അമ്മയുടെ കൈ പൊന്തല്ല ഭയങ്കരമായിട്ട് പേടിച്ചിട്ട് പോയി. പിന്നെ വേദനയും കൂടി ഉണ്ടെന്ന് പറഞ്ഞപ്പോഴേ ഹോസ്പിറ്റലിൽ കൂടി കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞു പ്രഷർ കൂടിയതിൻ്റെ അല്ല, അത് വേറെ എന്തോ ആണ്, നിങ്ങൾ എന്തെങ്കിലും ഓർത്തോ ഡോക്ടറെ കണ്ടിട്ട് നമുക്ക് തീരുമാനിക്കാമെന്നാണ് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇന്നലെ വിട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം നമ്മുടേതായ കുറച്ച് കാര്യങ്ങളൊക്കെ വേഗം ചെയ്ത് തീർക്കട്ടെ. നമ്മുടെ ചെണ്ടുമല്ലി കേട്ടോ, നല്ല വലുപ്പമുള്ള പൂവാട്ടോ ഉണ്ടായിട്ടുള്ളത്. നോക്കിയേ, ഈ പൂവിൻ്റെ ഒക്കെ ഒരു വലുപ്പം നോക്കിയേണ്ടാ. അപ്പോൾ ഇതൊരു കടയാണ് കേട്ടോ. ഈ കടയുമ്പോൾ പൂവ് നോക്കിയേ, നല്ല വലുപ്പത്തിലും നല്ല ഭംഗിയുള്ള ഒരു ചെണ്ടുമല്ലിയാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾ ഇതിൻ്റെ ഇടയിൽ കൂടെ കിടന്ന് ഓടണ കാരണേ അവരിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അവരെ കരുതി കൂട്ടി നശിപ്പിക്കുന്ന ആ ഒരു സ്വഭാവം നിന്നു. ഇങ്ങനെ ഓടുമ്പോൾ അവരുടെ വെയിറ്റ് കൊണ്ട് ചെടിയുമ്പോൾ കൊള്ളുമ്പോൾ അങ്ങനെ വരുന്നിട്ട് അങ്ങനെ നാശമാവണതുള്ളോട്ടോ. അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. അവർ നമുക്ക് നമ്മുടെ എന്താ പറയുക, പൂക്കളിടാനുള്ള പൂവൊക്കെ കിട്ടും കേട്ടോ. ഈ വട്ടേ നമ്മുടെ കയ്യിൽ മഞ്ഞ മാത്രമേ പെട്ടുള്ളൂ. ഓറഞ്ചും കൂടിയൊക്കെ മേടിച്ച് വയ്ക്കണമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ നമുക്ക് ഓറഞ്ചും ഉണ്ട് മഞ്ഞുണ്ടെന്ന് പറഞ്ഞിട്ടാണ് അന്ന് തൈ കിട്ടിയത്. പക്ഷേ ഉണ്ടായി വന്നപ്പോൾ മഞ്ഞ മാത്രമേ ഉള്ളൂ. അപ്പം ഞാനിതാ മഞ്ഞ ചെണ്ടുമല്ലി ഇത്രയേ പൊട്ടിച്ചിട്ടുള്ളൂ. പിന്നെ നമുക്ക് നമ്മുടെ പച്ച ഇലയൊക്കെ ഉണ്ട്, അങ്ങനത്തെ കുറച്ച് ഇലകളും അതൊക്കെ ഇട്ടിട്ടാണ് ഞാൻ പൂക്കളിടുക. കഴിഞ്ഞു. അയ്യോ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളുണ്ട് കേട്ടോ കൂടെ പൂ പൊട്ടിക്കാനായിട്ട്. ഓക്കെ പൂക്കളിട്ടിട്ട് വരാം കേട്ടോ. കല്യാണിയെ ശരി വാ ഓക്കെ വാ. കുമ്പളങ്ങ പിന്നെ നമുക്ക് നോക്കിയേ ഇപ്പം എണ്ണം കൂടുതലുണ്ടായി തുടങ്ങിയിട്ടാ. ഇപ്പം ഇവിടേക്കൊക്കെ നോക്കി കഴിഞ്ഞാൽ കുറേ ആയി തുടങ്ങിയിട്ടുണ്ട്. എന്തേ നിങ്ങൾക്ക് തന്നില്ലേ? ഇനി കുറച്ച് കഴിഞ്ഞിട്ട് തവിടൊക്കെ നനച്ച് കൂട് കഴുകി തവിടൊക്കെ നനച്ചിട്ട് തരണ്ടേട്ടാ. തരാം, അവിടെ നിൽക്കുക. ഞാൻ ഇപ്പം തരണ്ടേട്ടാ. പൂക്കളൊക്കെ ഇട്ടിട്ട് വരാം കേട്ടോ.
ഞാനുണ്ടല്ലോ ഇതാ പൂക്കളിടാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ പച്ചയും മഞ്ഞയും മാത്രം ഉപയോഗിച്ചിട്ടാണ് പൂക്കളിടണേ. ഇന്ന് 3-4 അപ്പോൾ ചതുരത്തിലാണ് നമ്മൾ പൂക്കളിടുക. അപ്പോൾ അതിൻ്റേതായ ഒരു പ്രത്യേകത കൂടിയിട്ടോ ഇന്നത്തെ പൂക്കളത്തിന്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പച്ചില എന്ന് പറയുന്നത് നമ്മുടെ ആ ലേറ എന്ന് പറഞ്ഞിട്ടുള്ള ആ ചെടി ഉണ്ടല്ലോ, ആ ചെടിയുടെ ഇലയായിട്ട് ഞാൻ വെട്ടിയെടുത്തിട്ടുള്ളത്. മിക്കപ്പോഴും ഞാൻ ആ ചെടി എപ്പോഴും നമ്മുടെ ഈ ഓണ ടൈമിൽ മാത്രമാണ് ഞാൻ ആ ചെടീനെ വെട്ടിയെടുക്കുള്ളൂ. ആ ഇല എനിക്ക് കൂടുതലും പൂക്കളത്തിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതാ ഇതേപോലെയാണ് പൂക്കളിട്ട് നോക്കണേ. എല്ലാ വട്ടത്തെ പോലെ തന്നെ മുന്നൊരു പ്ലാനിങ്ങും ഇല്ല. പൂക്കളിടാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് എന്താണ് തോന്നണേ അങ്ങനെ പൂക്കളിടും. അപ്പോൾ ഇതാ പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇനി ആ ഭാഗമൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒന്ന് എണീക്കാട്ടോ ചെയ്യണേ. അപ്പോൾ അമ്മേനെ ഞാൻ ഇന്നലെ ഇങ്ങോട്ട് കൊണ്ടു കേട്ടോ. അമ്മേൻ്റെ അടുത്തുണ്ട്. അപ്പോൾ എൻ്റെ അടുക്കളയിൽ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് കഴിച്ചിട്ട് വരാം കേട്ടാ. നമുക്ക് എടുക്കട്ടാ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കണ്ടായിരുന്നു ചട്ടി മയക്കണതൊക്കെ കാണിച്ചു തരാമെന്നുള്ളത്. അപ്പോൾ ഞാനത് പുറത്ത് നമ്മൾ പുറത്ത് സാധാരണ പാചകം ചെയ്യാൻ നിൽക്കുമ്പോൾ അവിടെയൊക്കെ വെച്ചിട്ട് കാണിക്കണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നെ അമ്മയ്ക്ക് വയ്യാണ്ടായി, അങ്ങനെയൊക്കെ ആയപ്പോൾ പിന്നെ അത് നടന്നില്ല. അങ്ങനെ അവിടെ ചെയ്യാനുള്ളൊരു ഉഷാറില്ല, അതുകൊണ്ടാട്ടോ കൂടുതൽ. പിന്നെ അത് കണ്ടിട്ടുണ്ടെങ്കിൽ അമ്മേനെ ശരിക്കും എന്താ പറയുക, വയ്യാണ്ടായോട് കൂടി അമ്മ ശരിക്കും പകുതി ഇരിക്കുക. ഞാൻ മാക്സിമം അമ്മയുടെ മുന്നിൽ എന്താ പറയുക, കുഴപ്പമുണ്ടാവില്ല, അമ്മ അതൊരു സാധാരണ ഒരു ഇതാണെന്നുള്ളതിൽ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ആ ഒരു ബലത്തിലാണ് അമ്മ ശരിക്കും ഇപ്പോൾ എന്താ പറയുക ഇരിക്കുന്നത് തന്നെ. അമ്മേനെ ശരിക്കും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വിഷമം, അത്ര ക്ഷീണമായിട്ടുണ്ട് അമ്മയ്ക്ക്, പാവം. അപ്പം ഞാൻ ചട്ടി മയക്കണത് കാണിച്ചു തരാം. അപ്പം ഞാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഞാൻ ഇന്നലെ തന്നെ കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ച് തിളപ്പിച്ച് റെഡിയാക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. കഞ്ഞിവെള്ളം നമ്മൾ ഈ കലത്തിലേക്ക് ഏത് പാത്രത്തിലേക്കാണ് അതിൽ ഒഴിച്ചിട്ട് നമ്മൾ നന്നായി തിളപ്പിച്ച് നമ്മളതൊരു വിധം ഇങ്ങനെ 3/4 ഭാഗത്തോളം വറ്റി വരുമ്പോൾ നമ്മൾ ഓഫ് ചെയ്തിടാം. അപ്പോൾ അങ്ങനെ ഓഫ് ചെയ്തിട്ടിട്ട് പിറ്റേ ദിവസം ആകുമ്പോൾ ഇതേപോലെ ഇരിക്കും. കണ്ടോ, ഇതിലത്തെ കഞ്ഞിവെള്ളം ഒന്നും ഇങ്ങനെ കമത്തി പോവില്ല, അതേപോലെ ആയിട്ടുണ്ടാവും. കണ്ടാ. അപ്പോൾ ഇനി ഇത് എന്തിട്ടാണെങ്കിൽ നമുക്കിത് ഇതിൽ നിന്ന് മാറ്റിയെടുക്കുമ്പോൾ കണ്ടോ ഇതേപോലെ കട്ടയുടെ ഇരിക്കണ്ട. ഇത് നമുക്ക് എന്നിട്ട് നന്നായിട്ട് നമ്മുടെ ചകിരിയിൽ, അതായത് നാളികേരത്തിൻ്റെ ചകിരി ഇട്ടാൽ, അപ്പോൾ അത് ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഞാനുണ്ടല്ലോ നോക്കിയേ, നന്നായിട്ട് കഴുകിയൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായി ഒന്ന് തുടച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ കഞ്ഞിവെള്ളത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന കാരണം കുറച്ച് നേരം വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് കുതിരായിട്ടാൽ മാത്രമായിട്ടാ നന്നായിട്ട് കഴുകിയെടുക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ തുടച്ച് നന്നായിട്ട് എടുത്തിട്ട് നമുക്കിതിലുണ്ടല്ലോ ചെറുതായിട്ടൊരു നെയ്യ് പുരട്ടി കൊടുക്കാം. ഇത്തിരി വേണ്ട കേട്ടോ, ഒരു തുണ്ട് നെയ്യ് അതിലാക്കിയിട്ടുണ്ടെങ്കിൽ. എന്നിട്ടിതാ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് എല്ലായിടത്തേക്ക് ആക്കി കൊടുക്കാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ പാത്രത്തിൽ അടിയെ പിടിക്കുകയൊന്നും ചെയ്യില്ല കേട്ടോ. അപ്പോൾ നമുക്കുണ്ടല്ലോ അതിലൊരു മുട്ടയ്ക്ക് ഒന്ന് കൊത്തി പിടിച്ചെടുക്കാം. അപ്പോൾ ഞാനിതാ തീ കത്തിച്ച് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. ഇപ്പം തന്നെ ഉണ്ടാക്കാം കേട്ടോ. നമ്മൾ നോക്കിയേ, നമ്മുടെ ചട്ടി വെച്ചിട്ട്, ചട്ടിയല്ല ഇത് പാനെന്ന് പറയും കേട്ടോ. അപ്പോൾ അതൊന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതായത് നമുക്ക് ബുൾസൈ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. നന്നായിട്ടൊന്ന് വെളിച്ചെണ്ണയ്ക്ക് ഒന്ന് ചുറ്റി കൊടുക്കട്ടെ. വെളിച്ചെണ്ണയൊക്കെ ചൂടായി വന്നപ്പോൾ നമുക്കൊരു മുട്ടയിലേക്ക് ഒഴിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ബുൾസൈ ഉണ്ടാക്കുമ്പോൾ ഉപ്പൊന്നും ഇടില്ല കേട്ടോ. ഇതൊക്കെ നമുക്ക് സുഖമായിട്ടൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്താലോ. കണ്ടോ, നമുക്കിതിലറിയാം. കണ്ടോ, ഒട്ടി പിടിച്ചിട്ട് ഒന്നുമില്ലേ. കണ്ട ഇങ്ങനെ കണ്ട. അപ്പോൾ ഞാനിതാ ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ കണ്ടോ, സുഖമായിട്ട് പിടിക്കുകയൊന്നും ചെയ്യില്ല. ഇതാ ബുൾസൈ റെഡിയായി. സുഖമാണ് കേട്ടോ ഇങ്ങനത്തെ പാത്രത്തിലൊക്കെ നമുക്ക് ചട്ടികളിലൊക്കെ വേഗം ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇപ്പോൾ കണ്ടോ, അപ്പോൾ സുഖമാണ് കേട്ടോ. നമുക്ക് മൺചട്ടിയിലൊക്കെ നമ്മൾ പാചകം ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അത് മാത്രം ചെയ്യാനായിരിക്കും ഇഷ്ടം. അപ്പോൾ അത് അടിയെ പിടിക്കൊന്നുമില്ല, ഇതേപോലെ ചെയ്താൽ മതി കേട്ടോ. പിന്നെ അത് മാത്രമല്ല കേട്ടോ, ഞാൻ നോക്കിയേ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചില്ലേ ഒരു മൺചട്ടി കൂടി മേടിച്ചത് മീൻ കറിക്ക് വയ്ക്കാൻ പറ്റുന്നത്. അങ്ങനത്തെ ഒരു മൺചട്ടിയിലും കൂടി ഞാൻ ഇന്നലെ രാത്രിയിൽ മീൻ കറിക്ക് വെച്ചത് കേട്ടോ. കറി ബാക്കിയുണ്ട്, ഇന്നത്തേക്കുള്ളതുണ്ട് അത് കാരണം. അപ്പോൾ ഒരു കുഴപ്പമില്ല. ഇപ്പോൾ ഈ കറുപ്പ് ചട്ടിയില്ലേ ഞാൻ മയക്കില്ല കേട്ടോ. കറുപ്പ് ചട്ടി മയക്കേണ്ട ആവശ്യമില്ല. മയക്കാണെങ്കിൽ നല്ലത് തന്നെയാണ്, പക്ഷേ ഞാൻ എന്നാലും മയക്കാണ്ടെന്ന് വെച്ച് നോക്കില്ല. നമ്മുടെ എല്ലാവർക്കും പറഞ്ഞു തരാമല്ലോ എന്ന് വിചാരിച്ചിട്ടേ. അപ്പോഴത്തേ മയക്കാണ്ടായാലും കറി വെച്ചപ്പോൾ ഒരു കുഴപ്പമില്ല. പക്ഷേ ചുവന്ന ചട്ടി നമ്മുടെ ഇതുണ്ടല്ലോ, ഇതെന്തായാലും നമ്മൾ മയക്കിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഉണ്ടാക്കാൻ പറ്റില്ല. ഞങ്ങളേ ഡോക്ടറെ അടുത്തേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വേഗം കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു.
നമ്മളങ്ങനെ ഡോക്ടറെ അടുത്ത് പോയിട്ട് അവർ പ്രഷറൊക്കെ ചെക്ക് ചെയ്തിട്ട് അമ്മേനെ ഇരുത്തി നോക്കാം കേട്ടോ. ആ സമയത്തൊന്നും അമ്മേൻ്റെ മുഖത്ത് ഒരു ഉഷാറുമില്ല. പക്ഷെ അവിടെ വെച്ചിട്ടുണ്ടല്ലോ നമ്മൾ 2 ചേച്ചിമാരെ പരിചയപ്പെട്ടു കേട്ടോ. എൻ്റെ വീഡിയോ കാണുന്ന ചേച്ചിമാരാണ് അന്ന തോമസും എൽസി ചാക്കോ എന്നാട്ടോ പേര്. അവരെ കണ്ടു കഴിഞ്ഞാൽ അവരോടൊക്കെ വർത്തമാനം പറഞ്ഞപ്പോൾ നോക്കി അമ്മേൻ്റെ മുഖത്ത് വന്നൊരു ഉഷാറ് നോക്കി. അങ്ങനെ അവർ ഭയങ്കര കമ്പനിയായി. അമ്മയുടെ മുഖത്ത് ശരിക്കും ആ വയ്യാതിരുന്ന അമ്മയുടെ മുഖം എനിക്ക് ഇപ്പോൾ അവരുടെ അടുത്തിരുന്ന് കണ്ടപ്പോഴായിട്ട് സന്തോഷം തോന്നിയത്. അത്രയും സന്തോഷം അമ്മയുടെ മുഖത്ത്. അത് പക്ഷേ ആ സന്തോഷം ഉണ്ടായത് അവരോട് സംസാരിച്ചിരുന്നുകൊണ്ട് മാത്രമാണ് കേട്ടോ. അപ്പോൾ എനിക്കറിയാം ഇന്നിപ്പോൾ ഈ വീഡിയോ വരുമ്പോൾ അന്ന ചേച്ചിയും എൽസി ചേച്ചി എൻ്റെ വീഡിയോ കാണുന്നുണ്ടാവും എന്നുള്ളത്. ഒത്തിരി താങ്ക്സ്. അങ്ങനെ അമ്മേനെ എന്താ പറയുക അടുത്തിരുത്തി അമ്മോട് വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് അമ്മയുടെ ആ മുഖത്ത് ആ സന്തോഷമൊക്കെ എനിക്ക് നൽകിയതിന് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫോൺ നമ്പറൊക്കെ കൈമാറിയിട്ടുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം ചേച്ചിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇനി വിളിക്കണം എൻ്റെ ഒരു പോലെ. അപ്പോൾ അങ്ങനെ അമ്മയുടെ ആ സന്തോഷം എനിക്ക് കാണാൻ പറ്റിയിട്ട് ഇന്ന് എൽസി ചേച്ചീനെയും അന്ന ചേച്ചീനെയും അവിടെ വെച്ച് കണ്ടുമുട്ടിയത് കൊണ്ട് മാത്രമാണ് കേട്ടോ. നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് എന്തിട്ടാണെങ്കിൽ അമ്മയ്ക്ക് മസിലിൽ നീര് വീണിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടാണെന്നാണ്. അപ്പോൾ 4 ദിവസത്തേക്കുള്ള മരുന്നാണ് നമുക്ക് തന്നിട്ടുള്ളത്. അത് കഴിച്ചിട്ട് ചെന്ന് വിവരം പറയാൻ പറഞ്ഞിട്ടുണ്ട്. അതിനിടയിൽ ഫുൾ ബോഡി റെസ്റ്റ് എടുക്കാൻ പറയണം നമ്മോട്. ഒന്നും ചെയ്യരുത്, ഫുൾ റെസ്റ്റ് എടുക്കുക. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൈ ഇപ്പോഴും അമ്മയ്ക്ക് ഇത്രയ്ക്ക് തന്നെ പൊക്കാൻ പറ്റുന്നുള്ളൂ. കൂടുതൽ മുകളിലേക്ക് ആക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇപ്പോൾ നമുക്ക് വലം കൈ കുഴപ്പമില്ല, ഇടം കൈയിലൊരു ക്ലാസ്സൊക്കെ പിടിക്കാനായിട്ട് അമ്മയ്ക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. പറ്റണില്ല, പിടിക്കാൻ പറ്റില്ല. അങ്ങനെ അപ്പോൾ എന്തായാലും റെസ്റ്റ് ആട്ടോ പറഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോൾ അമ്മ റെസ്റ്റ് എടുക്കട്ടെ. പക്ഷേ ഉണ്ടല്ലോ അമ്മയ്ക്ക് നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചേച്ചിമാരെ കാട്ടിയെന്നില്ലേ, എൽസി ചേച്ചീനെയും അന്ന ചേച്ചീനെയും. അവർ രണ്ടുപേരും കണ്ടതിന് ശേഷമാണ് അമ്മയ്ക്കൊരു എന്താ പറയുക അമ്മയുടെ മുഖത്തേക്കൊരു സന്തോഷം വന്നത്. അവരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ അപ്പോൾ ആ വീഡിയോ ശ്രദ്ധിക്കും പറയാം അമ്മയുടെ മുഖത്ത് അപ്പോൾ എന്തൊരു സന്തോഷമാണ്. കാരണം അതിൽ എൽസി ചേച്ചിക്ക് കൈക്ക് ഇതേപോലെ ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അല്ല 2 പേരെ കാര്യങ്ങളൊക്കെ അങ്ങോട്ടൊക്കെ ഷെയർ ചെയ്തപ്പോൾ അമ്മയ്ക്കൊരു സമാധാനം കിട്ടിയത് അപ്പോഴാണ്. പക്ഷെ ഇപ്പോൾ വീണ്ടും അമ്മയുടെ മുഖത്തിന് തെളിച്ചു പോയി. അമ്മ പേടിക്കേണ്ടത് ഞാൻ പറയണം. അമ്മയ്ക്ക് ടെൻഷനാണ്. കൈ പോകുന്നില്ല എന്ന് പറയുമ്പോൾ എന്താണാവോ വെച്ചിട്ട് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ റെസ്റ്റ് എടുക്കട്ടെ കേട്ടാ. എന്നിട്ട് ആലോചിക്കണേ, ആലോചനയാണ് ഇവിടെ കൂടുതൽ ആലോചിക്കുന്നത്. വേണ്ടമ്മ നമ്മുടെ ഞാൻ അവിടുത്തെ പറമ്പിലേക്ക് ഞാൻ പോയിട്ട് വരാം. അപ്പോൾ നമ്മുടെ കൂർക്ക തലയ്ക്ക് മണ്ണിടാറേണ്ടേ. അപ്പോൾ നമ്മൾ അതിൽ മറ്റേ ആട്ടുംകാട്ടോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇടുക. അപ്പോൾ അത് ഇപ്പം ഞാൻ അവിടെ കൊണ്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ചേട്ടന് ഒഴിവ് പോലെ വേഗം അത് മണ്ണിടുകയും ചെയ്യേ. അപ്പോൾ അങ്ങോട്ട് പോവാ. എന്ത് ചാലിക്കുട്ട കരയണേ? എന്നാ കരയണേ ചാലിക്കുട്ട? പേലുകുട്ടീനെ കണ്ടിട്ടോ? പേലിക്കുട്ടി എൻ്റെ കൂടെ ഇറങ്ങി അവൾ ഓടി ആദ്യം ഇങ്ങോട്ട് വന്നു. ഷായിട്ട് പറമ്പിലുണ്ടേ. അതല്ല അവൾക്കറിയാം ഞാൻ വരുന്നൊരു സമയം. ആ സമയം കണ്ട് അവൾ ഇവിടുത്തെ ഷായിട്ട് അടുത്തേക്ക് ആദ്യം വന്നിട്ടുണ്ടാവും. എന്നിട്ട് ഇടയിൽ ഓടി എൻ്റെ അങ്ങോട്ട് വരും. ഞാൻ വരുന്നൊരു സമയം കണ്ടിട്ട് വന്നു. ധാരാളം അന്വേഷണം തുടങ്ങി. ഇപ്പം എന്നും നമ്മുടെ വീഡിയോയിൽ ഈ പറമ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേളിക്കുട്ടിയുടെ അന്വേഷണം ഇപ്പം എല്ലാ ദിവസവും ഞാൻ കാണിക്കണേ. നോക്കി അങ്ങോട്ടൊക്കെ പോയിട്ട് അവള് നോക്കി. ഇപ്പോൾ എത്ര ദിവസമായി നമ്മൾ നമ്മുടെ വഴുതിനെയൊക്കെ കാണിച്ചിട്ട് നോക്കി കണ്ടവരൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ വരുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യമല്ലേ നമ്മുടെ മുളകിന് കാവജ് തളിക്കുന്നത്, അതേപോലെ തന്നെ നമ്മുടെ തക്കാളിക്കൊക്കെ സൂഡാമോണോക്സൊക്കെ നമ്മൾ തളിച്ചത്. ഓക്കെ, നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. മഴ സഹായിച്ചാൽ നമ്മൾ ഇവരൊന്നും നാശാവാതെ നമുക്ക് ഉണ്ടായി കിട്ടും കേട്ടോ. അപ്പോൾ പയറായാലൊക്കെ അതെ, നമ്മളന്ന് വടി കുത്തി കൊടുത്തപ്പോൾ ഇത്രയും തിരി നീട്ടിയിട്ടുണ്ടായിരുന്നില്ലേ പയറിൻ്റെ. ഇപ്പോൾ നോക്കിയേ പയറിൻ്റെ തിരിയൊക്കെ ഇതാ നീട്ടി ഇതിമൊക്കെ ചിറ്റി കയറി തുടങ്ങി. കണ്ടോ, ചിറ്റി പിടിച്ച് തുടങ്ങി. അതേപോലെ തന്നെ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ അപ്പുറത്ത് നോക്കിയേ മുളക് ഉണ്ടായി തുടങ്ങി. ഇതേ നമ്മളിത് എന്താ പറയുക, കാണുമ്പോൾ എനിക്ക് തോന്നണത് തൈര് മുളകൊക്കെ ഇല്ലേ, അത് ടൈപ്പിൽ പെട്ടപ്പോലെ തോന്നണേട്ടാ. അപ്പോൾ അതായത് നമ്മുടെ കൊണ്ടോട്ട മുളക് കേട്ടോ, ആ രീതിയിൽ പെട്ടിട്ടുള്ളതാട്ടാ. പൂവൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഞാൻ പറഞ്ഞപ്പോൾ നമ്മുടെ കൂർക്കയ്ക്ക് മണ്ണിടാനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മുടെ വീഡിയോയിൽ ഞാൻ ഓരോന്നിനും ചെയ്യുന്നത് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. കൂർക്ക എന്താണ്ട് നമ്മൾ കാട്ടിയല്ലോ. ഇപ്പോൾ ഇതാ അതിന് ഇട്ട് കൊടുക്കുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ കൂർക്ക തല കാട്ടി തരാം. അവിടെ ചെന്നിട്ട് എന്താ പറയുക നല്ലത്. അപ്പോൾ അത് കാണുകയും ചെയ്യാമല്ലോ. പേളിക്കൂട്ടിയില്ല, അവിടുത്തെ അന്വേഷിച്ച് അവൾ വന്നു എന്നെ സേഫാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഈ പയർ നോക്കിയേ, കഴിഞ്ഞ വട്ടം എന്നോട് എനിക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു പയറിൻ്റെ ഇല കാണുമ്പോൾ കൊതിയാവണമെന്നുള്ളത്. ശരി, ഇപ്പോൾ നല്ല ഭംഗിയിൽ ഇപ്പോൾ നമുക്ക് എന്താ പറയുക ഇലയൊക്കെ പൊട്ടിച്ച് ഇപ്പം തന്നെ നമുക്ക് തോരനൊക്കെ വെക്കാം.
ആ രീതിയിൽ നല്ല ഭംഗിയുള്ള ഇലകളായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ കൂർക്കയ്ക്ക് നമ്മൾ ഇട്ട് കൊടുക്കണ വളം എന്ന് പറയുന്നത് ആട്ടിൻകാട്ടം, പിന്നെ എല്ലുപൊടി, പിന്നെ നമ്മുടെ കപ്പലണ്ടി പിണ്ണാക്ക് പൊടിച്ചത്, ചാണപ്പൊടി, ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. ഷായിട്ട് ഈ കമ്പി ഒന്ന് മാറ്റിയിരിക്കണല്ലോ, ഒന്ന് വന്നേ. അപ്പം നമ്മൾ കടത്തോടെ ആദ്യമായിട്ട് ഇട്ട് കൊടുക്കുക. ഈ സമയത്ത് തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. കാരണം എന്താണെന്നറിയോ, ഇത് കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ വീണ് തുടങ്ങും. അപ്പോൾ ആ സമയത്ത് ഇടുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഈ സമയത്ത് തന്നെ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിച്ചോളൂ കേട്ടോ. കുറേ പുല്ലൊക്കെ ഉണ്ടെങ്കിൽ അവരായിരിക്കും ആദ്യം വളരെയത്. ഞാൻ വിളിച്ചു കളഞ്ഞേ. എന്നിട്ട് കിട്ടിയ പേളിക്കുട്ടിക്ക് കടിക്കേ ചിരട്ടിയോ കിട്ടി നോക്കണേ. ആ നന്നായി. ഇതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ നടക്ക്. എടിപ്പം എല്ലാം നിൻ്റെ ഇതൊക്കെ ഒടിയുമല്ലോ പേളിക്കുട്ടിയെ. ഇറങ്ങി നിന്നേ. അയ്യോ അയ്യോ പേളിക്കുട്ടി ഇറങ്ങിട്ട് വാ. അയ്യോ എൻ്റെ മോള് ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് ഇറങ്ങ് അതേ എല്ലുപൊടിയുടെ മണം കിട്ടിയപ്പോഴേ അവൾക്ക് എന്തിട്ടുണ്ടാവുമെന്ന് വെച്ചിട്ടുണ്ടേ. വാടി സുന്ദരി മണിയെ. അങ്ങനെ ഇവിടെ നിന്നാൽ മതിട്ടാ, ഇവിടെ നിന്നാൽ മതി. നിനക്ക് തിന്നാൻ പറ്റണതല്ല. വാ ഇറങ്ങി. ശരി ഇറങ്ങി. നാശാവും പെണ്ണെ, നാശാവും അതെന്നെ പറയണേ കേട്ടോ. ഇവിടെ നിൽക്ക്, നാശാവും. കയറല്ലേ കേട്ടോ. വാ നമുക്ക് ചിരട്ട തരാം. വാ എന്തെങ്കിലും കടിക്കാൻ തരാം. വന്നേ ഇങ്ങോട്ട് വായോ, ഇങ്ങോട്ട് വാ. ഇത് ഇന്ന് കടിച്ചോ, ഇത് ഇന്ന് കടിച്ചോ, ഇത് കടിച്ചോ കേട്ടോ. ഇത് ഇന്ന് കടിച്ചോ, ഓടിയെന്നോ കേട്ടോ. കണ്ടോ ഉള്ള സാമർത്ഥ്യം കണ്ടോ. ഇവിടെ ഇന്നെ വന്ന് നിൽക്കുള്ളൂന്ന്. ഞാൻ വേഗം ഇട്ടിട്ട് നീങ്ങട്ടെ, അല്ലെങ്കിൽ അതിലേക്ക് കയറും. ഇതേപോലെ തന്നെ നമുക്ക് അപ്പുറത്തും കൊണ്ട് തടത്തിൽ അതും കൂടി ഇടട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ കൂർക്കയ്ക്ക് എന്താ പറയുക, നമ്മുടെ പൊടികളൊക്കെ ഇടൽ കഴിഞ്ഞു. നമ്മുടെ കൊള്ളി നോക്കിയാൽ ഞാൻ അന്ന് ഈ കൊള്ളിക്ക് വെണ്ണീറൊക്കെ ഇട്ടതും ഷായുടെ മണ്ണൊക്കെ കാട്ടിയില്ലേ. ഇപ്പോൾ കണ്ടോ, ഇനി നോക്കിയോളൂ 6 മാസം കഴിഞ്ഞ് നമുക്ക് നല്ല അടിപൊളി കൊള്ളി പറിക്കാൻ കിട്ടും. പിന്നെ ഇന്നിപ്പോൾ ഈ പറമ്പിൽ കൂടുതൽ ഞാൻ ചെയ്യാൻ നിൽക്കണില്ലേ. കാരണം ഒന്നാമത് അമ്മയ്ക്ക് വയ്യ, സുഖമില്ലേ അവിടെ പണിയാനായിട്ട്. അമ്മയുടെ അടുത്തേക്ക് പോവാം. അപ്പോൾ ഇനിയിപ്പോൾ വേറെ ദിവസമൊക്കെ ചെയ്യാം അവിടെ പറമ്പിൽ വന്നിട്ട്. ഷായിട്ട് ഇനിയിപ്പോൾ കൂർക്കയ്ക്കും മണ്ണ് ഇട്ടോളും. പേളിക്കുട്ടി വരുന്നുണ്ടാവും അവൻ്റെ കൂടെ, ചിലപ്പോൾ വരും, ചിലപ്പോൾ ഷായിട്ടുള്ള കാരണം അവൾ ചുറ്റിപ്പറ്റി ഇവിടെ നിൽക്കും. കാരണം ഇന്നിപ്പോൾ ഞാൻ വേഗം വന്ന് പോവല്ലേ. മറ്റേത് കുറേ നേരം നിൽക്കുമ്പോൾ അവൾക്ക് മടുത്തിട്ട് ഞാൻ പോകുമ്പോഴേക്കും ഓടി വരാൻ പതിവ്. അപ്പോൾ ഞാൻ പോട്ടെ, ഞാൻ വിളിക്കണില്ല, അവിടെ നിൽക്കുന്നോട്ടെ. അയ്യോ നമ്മുടെ മത്തങ്ങയും കൂടി എങ്ങനെയുണ്ട് നോക്കട്ടെ. കാരണം അത് എപ്പോഴും നോക്കിയില്ലെങ്കിലേ ചിലപ്പോൾ നാശമായി പോകണത് അറിയില്ല. മണ്ണിൽ മുട്ടിയിട്ടല്ല നിൽക്കണേ. കുഴപ്പമില്ല ചേട്ടാ, അതേപോലെ ഇരിക്കുന്നുണ്ട്. കുഴപ്പമില്ല. ഞാൻ അന്ന് പോകുമ്പോൾ ഒരു ഇലയിൽ വെച്ച് പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതേപോലെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതും കുഴപ്പമില്ലാന്ന് തോന്നുന്നു. നോക്കട്ടെ. കുഴപ്പമില്ല. അപ്പം ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഞാൻ എൻ്റെ കയ്യിലും നമ്മുടെ എന്താ പറയുക നിത്യവൈദ്യുതി ഇത്തിരി പൊട്ടിക്കേണ്ടത് പൊട്ടിച്ചെടുക്കാം. പിന്നെ ചതുരപ്പയറൊക്കെ ആയി തുടങ്ങി നിൽക്കണ്ടോ. അപ്പം അമ്മയുള്ളതല്ലേ, അപ്പം അമ്മയ്ക്ക് നിത്യവൈദ്യുതി കറി വെച്ച് കൊടുക്കാം. എനിക്ക് കണ്ടോ ചതുരപ്പയറിൻ്റെ ഇടയിൽ സൂക്ഷിച്ച് നോക്കണം കേട്ടാ.
അപ്പോൾ നാളേക്കായിട്ട് വീണ്ടും വന്ന് പൊട്ടിക്കാൻ കിട്ടും. ഒരു ചേമ്പിൻ്റെ ഇല പൊട്ടിക്കട്ടെ, അപ്പോൾ അതിലേക്ക് ഇട്ടിട്ട് കൊണ്ടുപോവാം. അപ്പോൾ ഒന്നും കൈ പിടിച്ചിട്ടില്ല. നിത്യവഴുതനങ്ങയും ചതുരപ്പയറൊക്കെ ഇല്ലേ ഉണ്ടായി തുടങ്ങിയ പിന്നെ നവയണത് അറിയില്ല. ഇപ്പോൾ ഇവിടേക്ക് നോക്കി നോക്കിയാണ്ട ദേ ഈ നിൽക്കണതൊക്കെ നിത്യവഴുതനങ്ങ. ദേ ദേ തൊട്ട് കാട്ടി തന്നെ വേണ്ടി വരും കേട്ടാ. ഇപ്പം ഇങ്ങോട്ടൊക്കെ നോക്കിയേ, ദേ നിറച്ചായി തുടങ്ങിയതേ എന്താ. ഇതിൻ്റെ ഇടയിലൊക്കെ ഉണ്ട്. അപ്പം എനിക്ക് പൊട്ടിക്കാനാണെങ്കിൽ എന്താ ഒത്തിരി ഉണ്ട്. അപ്പോൾ ഞാൻ പൊട്ടിച്ചെടുക്കട്ടെ. നിത്യവഴുതനങ്ങയ്ക്ക് അമ്മ എപ്പോഴും പറയും കടയിൽ നിന്നൊന്നും മേടിക്കില്ല, ഇപ്പം നമ്മുടെ അവിടെ നിന്ന് ഉണ്ടായി കിട്ടുമ്പോഴല്ലേ അമ്മയും കഴിക്കാറുള്ളൂ. ഇതിപ്പോൾ കൊണ്ടു ചെല്ലുമ്പോൾ അമ്മയ്ക്ക് ഇഷ്ടം കേട്ടാ. അപ്പോൾ നോക്കി നമ്മളിതേ എത്രയും പൊട്ടിച്ചെടുത്തു കേട്ടാ. ഇനിയിപ്പോൾ ഞാൻ വീട്ടിൽ പോയി പൊട്ടിക്കാണ്ട് പോയി ഇങ്ങനെ മൂത്തും പോയി. ഞാൻ മൂത്തും പോവില്ലേ, നാളേക്കായിട്ട് വന്ന് പൊട്ടിക്കുകയും ചെയ്യും. ഈ പ്രായത്തിലേ ശരിക്കും മണ്ണിടുമ്പോൾ നമുക്ക് കയ്യെ തൊടണ്ട, കൈക്കോട്ട കൊണ്ട് തന്നെ കറക്റ്റ് മണ്ണിടാൻ പറ്റും. കയ്യിന് ഉപയോഗം വരില്ല. നല്ല പഴുതല്ല ശരിക്കും. ഇതിനൊക്കെ മണ്ണിടാൻ നിസ്സാര സമയം വേണ്ടോ ശരിക്കും. നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളുണ്ടല്ലോ, ഞാൻ പോണ് കാണുമ്പോൾ തിരിച്ച് വരുന്നത് നോക്കിയിട്ടുള്ളൊരു ഇരിപ്പുണ്ട്. അവർക്ക് കാണാൻ ഞാൻ അവിടെ നിന്ന് വരുന്നത് തന്നെ കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ തന്നെ അവർക്ക് കോഴിക്കാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് നമുക്ക് ആഴ്ചയിൽ 2 പ്രാവശ്യം എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഒത്തിരി മേടിക്കും. എന്നിട്ട് അത് ഇന്ന് കുറച്ച് വേവിച്ച് വെച്ചിട്ടാണ് പോവുക. വെന്ത് വെക്കും, അതൊക്കെ ചൂടാറിയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ കൊടുക്കും കേട്ടോ. നല്ല കുട്ടികളായിട്ട് അവരതിങ്ങനെ ഒരു ബഹളവും ഇല്ലാണ്ട് ഇങ്ങനെ മേടിച്ച് കഴിക്കുകയും ചെയ്യും കേട്ടോ. അമ്മയ്ക്ക് പെട്ടെന്ന് തന്നെ വീണ്ടും വയ്യാണ്ടായി. വേഗം തന്നെ നമ്മളിത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു കേട്ടോ. അപ്പോൾ ഒരു ECGക്കും എടുത്തിട്ടാണ് ഇപ്പോൾ അമ്മേനെ കിടത്തിയിട്ടുള്ളത്. അപ്പം നമ്മളിതാ വീണ്ടും അമ്മേനെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വന്നുള്ളൂ കേട്ടോ. എന്താണെങ്കിൽ ഞാൻ നമ്മുടെ കൂർക്കൊക്കെ മണ്ണിട്ടിട്ട് ഇങ്ങോട്ട് വന്ന് അപ്പോൾ അമ്മ ഉറക്കെടുക്കുകയാണ്. പിന്നെ അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോഴേ അമ്മയുടെ മുഖത്ത് ഭയങ്കര ഒരു നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അമ്മയ്ക്ക് എന്തോ ബുദ്ധിമുട്ടുണ്ടെന്ന്. അമ്മ ഇങ്ങോട്ട് പറയണില്ല കേട്ടോ. അങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് പറയില്ല, എനിക്ക് വയ്യ മോളെ എന്നൊന്നും പറയില്ല കേട്ടോ അമ്മ. നമ്മൾ തന്നെ അങ്ങോട്ട് ചോദിക്കണം. അപ്പോൾ അങ്ങനെ ഞാൻ അമ്മയുടെ അമ്മ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അമ്മ പറയണേ എനിക്ക് തലക്കനം പോലെ ഉണ്ട്. അപ്പോഴാണ് നമ്മളപ്പം തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. അപ്പോൾ നമ്മൾ ECG ഒക്കെ എടുത്ത് ഇതപ്പോൾ വന്നു, കുഴപ്പമില്ല. പക്ഷെ അമ്മ കഴിച്ചിരുന്ന ഗുളിക ഉണ്ടല്ലോ, അതായത് അമ്മയുടെ മസിൽ പെയിൻ എന്ന് പറഞ്ഞിട്ട് ഗുളിക കൊടുത്തിട്ടുണ്ട്. അതിലത്തെ കഴിക്കുന്ന ഒരു ഗുളിക കഴിക്കുമ്പോഴാണ് അത്ര ഈ തലക്കനം വരുന്നത്. അങ്ങനെയാണ് ഇവിടുത്തെ ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ എന്തായാലും ആ ഗുളിക ഇനി കഴിക്കണില്ല. അപ്പോൾ എന്തായാലും അമ്മ ഇനിയിപ്പോൾ റെസ്റ്റ് എടുക്കട്ടെ. അമ്മയുടെ കിടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഡോക്ടറെ അടുത്തൊക്കെ പോയി വന്നപ്പോൾ ഇപ്പോൾ തന്നെ ഒരു 6 മണിക്ക് ആയിട്ടുണ്ട്. ഇപ്പോൾ വിളക്കൊക്കെ വെച്ച് വേഗം അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കണേ. ഞാനുണ്ടല്ലോ നമ്മുടെ നിത്യവഴുതനങ്ങ ഇവിടെ വന്നിരുന്ന അരിയാന്ന് വെച്ചു. കാരണം അമ്മ അവിടെ സെറ്റിമൊക്കെ എടുക്കുന്നുണ്ട്. അപ്പം അമ്മയ്ക്ക് ഇത്തിരി ക്ഷീണമുണ്ട്, മരുന്നുകളൊക്കെ ഇത്തിരി കൂടുതലാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അത് കാരണം അമ്മ കൂടുതൽ അങ്ങനെ എണീറ്റ് ഇരുന്ന് കുറച്ച് നേരമൊക്കെ. ഇപ്പം ഞാൻ TV വെച്ച് കൊടുത്തു. അപ്പോൾ അമ്മ അവിടെ വന്ന് കിടന്നോ, TV കാണുകയും ചെയ്യാം കിടക്കുകയും ചെയ്യാമല്ലോ എന്ന് പറഞ്ഞിട്ടാ. അപ്പം ഞാൻ നമ്മുടെ നിത്യവഴുതന ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചീനച്ചട്ടി അടപ്പത്ത് വെച്ചിട്ട് ഇതാ ഒരു ഇത്തിരി വളരെ വെളിച്ചെണ്ണ ഒഴിക്കണമല്ലോ കേട്ടോ. അമ്മയ്ക്കും കൂടി കഴിക്കേണ്ടതായ കാരണം അധികം വെളിച്ചെണ്ണ ഒന്നും ഉപയോഗിക്കണില്ല. ചെറിയൊരു രീതിയിൽ സിമ്പിളായിട്ടുള്ളൊരു
തോരനല്ല, ഒരു ഉപ്പേരിയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. വെറുതെ ഇത്തിരി ഉള്ളിയും ഒരു ഇത്തിരിയോളം പച്ചമുളകൊക്കെ ഇട്ടിട്ടേ വെളിച്ചെണ്ണ ചൂടായില്ല, ഇത്തിരിയോളം കടുക് ഇട്ട് കൊടുത്തു കേട്ടാ. കടുക് പൊട്ടി തുടങ്ങിയപ്പോൾ നമ്മുടെ ഉള്ളി ഇട്ട് കൊടുത്തു. ഒപ്പം തന്നെ ഞാനിത് വെറുതെ ഒരു പച്ചമുളക് ഇട്ടാൽ വെറുതെ ഇങ്ങനെ ചീന്തിരണുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ ഇത് അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ശരിയാക്കുന്നത്. അപ്പോൾ അധികം ഇതൊന്നും ഇടണില്ല, വെറുതെ ഒന്ന് ആക്കിയെടുക്കുക ചെയ്യണമല്ലോ. ചെറുതായിട്ടൊരു എരിവുണ്ടാവുക ആ ഒരു രീതിയിലേ. അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഉള്ളി പച്ചമുളക് മാത്രം മതി. ഒരു തുണ്ട് ഉപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. വെള്ളമൊന്നും ഒഴിക്കില്ല, നമ്മൾ ഈ കഴുകി വാരിയ വെള്ളം ഉണ്ടല്ലോ, അത് മതിയിട്ട് അത് വേവാനായിട്ട്. അപ്പോൾ ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് മൂടി വയ്ക്കാം നമുക്ക്. കിട്ടില്ല, ഒന്ന് മൂടി തുറന്ന് നോക്ക്. ഇപ്പോൾ നോക്കിയാൽ തിളച്ച് വന്നിട്ടുണ്ട്. ആ സമയത്ത് ഞാനിത് നല്ല തളിർത്തിട്ടുള്ള നമ്മുടെ കറിവേപ്പിലുണ്ടല്ലോ, അതാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ല തളിർത്തില്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ തണ്ടടക്കായിട്ട് ഇടുന്നത്. ഒരു പ്രത്യേക ഒരു മണം ടേസ്റ്റൊക്കെയും കിട്ടും അങ്ങനെ ഇടുമ്പോൾ. എന്നിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുത്ത് നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഇതാ വെന്ത് തുടങ്ങിയിട്ടാ. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. നോക്കിയാൽ കണ്ടറിയാം ഇതാ വെന്തിട്ടുണ്ട്. അപ്പം ഞാനിതാ ഗ്യാസ് ഓഫ് ചെയ്യാണ് കേട്ടോ. അപ്പം അമ്മയ്ക്ക് ഇപ്പം തന്നെ മുളക് പെടാതെ എടുത്ത് ഞാൻ കഞ്ഞി ചൂടോടെ തന്നെ കഞ്ഞി വെച്ചിട്ടുണ്ട്. ഒപ്പം നമ്മുടെ ഈ കറി കൂടിയിട്ടേ അമ്മയ്ക്ക് ഇപ്പം തന്നെ കൊടുക്കട്ടെ. എൻ്റെ മരുന്നൊക്കെ ഉണ്ടേ. അപ്പം ഞാനിത് അമ്മയ്ക്ക് ചൂടോടെ ഗോതമ്പ് കഞ്ഞി ആട്ട വെച്ചിട്ടുള്ളത്. അപ്പോൾ കറി വരുന്നില്ല അമ്മ അങ്ങനെ വെയ്യ അമ്മയ്ക്ക് ശരിക്കും. അതിൽ അമ്മ കഞ്ഞി കുടിക്കണം, വേഗം മരുന്ന് കഴിച്ച് കിടക്കാന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കണം അമ്മ. വല്ല ബുദ്ധിമുട്ട് വരാൻ ഇങ്ങനെ അമ്മയ്ക്ക് ഇല്ലെങ്കിൽ അങ്ങനെ നാളെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും ചെയ്യൂട്ടാ. അപ്പം എന്നിട്ട് ഞങ്ങളുടെ വിശേഷമൊക്കെ ഇന്ന് എത്രയൊക്കെ ഉള്ളൂ കേട്ടാ. അപ്പം ഞാൻ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരാം.